അല്ലല്ലോ, മഞ്ഞിന്റെ പര്യായ പദം എന്താ വെച്ചാ? മഞ്ഞിന്റെ പര്യായ ഐസ്. ഐസ് പണ്ടല്ലേ കട്ടകൾ. എന്ത് കട്ട? ഐസ് കട്ടകൾ. തണുത്ത ഐസ് കട്ടകൾ, അതാണ് മഞ്ഞിന്റെ പര്യായം. ഹിമം, ഹിമം, മഞ്ഞ്. പിന്നെന്താ? തുഷാരം എന്തായിരുന്നു? അതൊക്കെ മഞ്ഞാണോ? അതെ. തുഷാരബിന്ദുവിൻ വദനം ചുവന്നു എന്നൊക്കെ പാട്ട് കേട്ടില്ലേ? ഏതാ? അതന്നെ, അതൊക്കെ പഴയ അതൊക്കെ വയലാറിന്റെ ഭയങ്കര ഗംഭീര സിനിമാ പാട്ടുകളാ ആ കാലത്തെ. ഞാൻ പറയട്ടെ, ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച പാട്ടുകൾ. ഇപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ പാട്ടുകളെ കുറ്റം പറയല്ലേ, പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നല്ല പാട്ടുകൾ ഇറങ്ങുന്നില്ലേ? ഉണ്ട്. 90s കിഡ്സ് 80s കിഡ്സ് ഒക്കെ പറയും ഇല്ല, അത് അന്നത്തെ പാട്ടേ ഉള്ളു പാട്ട്. അങ്ങനെയില്ല. ഞാൻ കിഡ്സ് അല്ല, ഞാൻ എല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നേ ആളാ. എനിക്ക് അങ്ങനെ ഒരു സംഭവം, എനിക്ക് എല്ലാവരും എന്റർടൈൻമെന്റ് ആണ്. അതിപ്പോ ഏത് കുന്തായാലും ശരി, നമുക്കത് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഞാൻ ഇതൊരു പറയത്തക്ക രീതിയിൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്ന പാട്ടുകൾ ഏതാന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ ഒരു 80-90 റേഞ്ചിലുള്ള പാട്ടുകളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കൂടുതലും നമുക്ക് മനസ്സിലാവുന്നതും അറിയാവുന്നതുമായ രീതിയിലുള്ള വരികൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ സമയത്തുള്ള വരികളാണ്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അർത്ഥം അറിഞ്ഞ് പാടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് പോലെയാണ് അർത്ഥം അറിഞ്ഞ് വരികൾ പാടാൻ പറ്റുന്നതും. ആ വരി നമ്മൾ ഏത് ഇമോഷനോടെയാണോ പാടുക. ഇപ്പൊ ഒരു പ്രണയ സോങ് കിട്ടുവാണ്, നമുക്ക് ആ സോങ് കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രണയം മനസ്സിൽ ഉണരാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതൊരു പ്രണയ സോങ് വരുമ്പോൾ മനുഷ്യന് മനസ്സിലാവാത്ത ഏതൊക്കെയോ ഭാഷകൾ കുത്തിച്ചേർത്ത് ഒരു ആഗോളവൽക്കരണം ചെയ്യുമ്പോഴാണ് ഒന്നും മനസ്സിലാവുന്നത്. ഞാൻ വലിയ സംഭവം പറയും ആണോ? അല്ല, ഈ ഞാനിങ്ങനെ ചിലപ്പോഴുണ്ടല്ലോ ഈ പോസ്റ്റും അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ആശയം അങ്ങ് പെട്ടെന്ന് പറഞ്ഞു തുടങ്ങി കഴിയുന്നു പോകും. ചില ആൾക്കാർ ചോദിക്കുന്നത്, ഈ എന്തിനിങ്ങനെ എഴുതി കൂട്ടുന്ന പോസ്റ്റൊക്കെ വായിക്കാൻ പോലും. പിന്നെ ഞാൻ എന്റെ ഇങ്ങനെ ചിന്ത ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതുന്നതോറും ഇങ്ങനെ കുറെ പുതിയത് ഇങ്ങനെ വരുമല്ലേ, അപ്പൊ അതെല്ലാം ഇങ്ങനെ എഴുതി വരും. അവസാനം എഴുതി നോക്കുമ്പോ ഒരു 2 പേജിന്റെ ഷീറ്റ് ഉണ്ടാവും. അത് പണ്ട് സ്കൂളിൽ പരീക്ഷ പഠിക്കുന്ന സമയത്തും 5 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഞാൻ 15 ഷീറ്റ് എഴുതും. കാരണം ഓരോ ഷീറ്റിൽ നിന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 1/2 മാർക്കെങ്കിലും വേണം. അത് തന്നെ എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നേഴ്സിംഗിന് സോഷ്യോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു. സോഷ്യോളജി പഠിപ്പിക്കുന്ന അല്ല, ഞാൻ നിങ്ങളെ കാണിക്കുന്നേ. ഞാൻ വീഡിയോ നോക്കും, നീ ഇടക്കിടക്ക് അത് പറയും. ഞാൻ സോഷ്യോളജി വിട്ടു, ഞാൻ സോഷ്യോളജി നിർത്തി. അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. ഇവിടെ സോഷ്യോളജിയും കമ്മ്യൂണിസവും നടക്കൂല. വളവുണ്ട്, കൊണച്ച വളവ് ഇവിടെ ഉണ്ട്. കുറച്ചാണ് ചെല്ലുമ്പോ അത് നമ്മൾ 100-ലാണ് വരുന്നതെങ്കിൽ നമ്മൾ 150 തലകുത്തി മറിയും. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വണ്ടി ഇവിടെ സൈഡാക്കി ഫോട്ടോ എടുക്കാൻ പറ്റും. എന്താ എടുക്കാലോ? എന്താ വേണ്ട? ഇവിടെ എടുക്കണ്ടേ? മഞ്ഞെടുക്കാനാ? നിർത്ത്, അവിടെ എവിടെയൊക്കെ നിർത്ത്. നിങ്ങൾ എത്ര സ്പീഡിൽ പോകുന്നതിനാ? സ്ലോ ഡൗൺ ചെയ്തിട്ട് എവിടെ സ്റ്റോപ്പ് ചെയ്യൂ. സന്ധ്യേ കണ്ണീരിരന്തേ സന്ധ്യേ. ഇത് കണ്ടോ നിങ്ങള്? കാണാമോ? ഇത് യൂറോപ്യൻ കൺട്രികളിൽ എല്ലായിടത്തും തന്നെയും കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ.
ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് വരൂ. ഈ നമ്മുടെ ഇവിടെ അറിയാലോ, ന്യൂസിലാൻഡിലെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കന്നുകാലികളാണ്. പശുക്കൾ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവർക്കുള്ള പുല്ല് ഇവിടെ മെഷീൻ വെച്ചിട്ടാണ് പുല്ല് വെട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മളെ നാട്ടിലെ ഈ കച്ചിത്തുറു എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. എന്താണ് അതിന് വേറെ വിവിധ ജില്ലകളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നിങ്ങളുടെ നാടുകളിൽ വ്യത്യസ്തമായ പേരുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, അറിയാവുന്നവർ. അപ്പോൾ എൻ്റെ നാട്ടിൽ, അതായത് കണ്ണൂർ, ഞങ്ങൾ കച്ചിത്തുറു എന്നാണ് പറയുന്നത്. കച്ചിത്തുറു അത് ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മുടെ വൈക്കോൽ ഇങ്ങനെ വൈക്കോൽ കൂനാന്നും പറയുമെന്ന് തോന്നേ. വൈക്കോൽ എന്തോ അപ്പോൾ അതിങ്ങനെ നമ്മൾ മൂടിയൊക്കെ ഇടില്ലേ. ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ദാമോട്ടനും രമണിയേച്ചിക്കും പശു ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ കച്ചിത്തുറും ഒക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംഭവമായിട്ടെന്നല്ല, ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അന്നതൊക്കെ ഒരു സാധാരണ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു. എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവുമായിരിക്കുമല്ലോ. എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലായിരുന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നത്. പശുവിൻ്റെ പേര് ശാന്തമ്മ എന്നായിരുന്നു. ശാന്തമ്മ പശു. അതെ. അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നില്ലേ, ഒരു ലൈറ്റ് പച്ച കളറിൽ അത് ഇവിടെ ആ പുല്ല് വെട്ടി നല്ല പാകമായി ഉണക്കിയതാണോ ഉണക്കാത്താണോ എന്ന് എനിക്കറിയില്ല. അത് എന്തിട്ടാ ആ വീട് ഏത് വീട്? വീടാണെങ്കിലോ അറിയൂലേ, വീട് ഹെയ്ബിയൽ സ്റ്റാക്സ് ഉണ്ട്. ആ വീട് പ്രോസസ് ചെയ്യാനൊക്കെ പോലെയാണ് അത്. ആ സാധനം ആ വീടിന്റെ സ്റ്റാക്ക് ചെയ്തിട്ട് വെക്കണത് ഹെയ്ബിയൽ സ്റ്റാക്സ്. അത് ഇതാ. ഓക്കെ. അപ്പൊ തക്കു പറയുന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ പുല്ല് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് അതാണ് പറയാൻ വന്നത്. ഹെയ്ബിയൽ എന്ന് പറഞ്ഞ പുല്ല് തന്നെയാ. ആണോ? ആ ഓറഞ്ച് ഡ്രൈ ആയിട്ട് ഫോട്ടോഗ്രാഫർ അമ്മ ആറെണ്ണം കണ്ടില്ല, മറ്റേ അങ്ങനത്തെ കളറായ ഗോൾഡൻ കളറായ അതാ. ഓക്കെ. ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല എനിക്ക്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ പറയാം. ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോ. അതെ, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇങ്ങനെ ചെറിയ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. മോൻ ഇറങ്ങണോ? ഡോറൊന്ന് തുറന്നപ്പോൾ സാറിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. ഹംഗ്രി ആണോ? നമുക്കിപ്പോൾ അവിടെ എത്ര പാസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കോഫി കുടിക്കാം കേട്ടോ. അവിടെ കഫേ ഉണ്ട്. ഓക്കെ. ഇപ്പോഴോ? നീ എത്ര ദൂരം ഉണ്ട് തൊക്കെ? ഓക്കെ. സാറിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നല്ലതായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. അവനതിനൊന്നും ഇറങ്ങിയത്. നിങ്ങളുടെ ആ മുഖഭാവം ഞാൻ പിടിച്ചിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ. കാണുന്നുണ്ടോ അത്? മര്യാദക്ക് എടുക്കുന്നുണ്ട്. അത് സൈഡല്ലേ കാണുന്നത്. ഇത് ഇങ്ങനെ ഇതാണ് ഈ ക്യാമറ കൂടെ ചേർന്നത്. എനിക്ക് ഈ സൈഡിൽ കൂടെ നോക്കണം. ബ്യൂട്ടിഫുൾ. അതാ എനിക്ക് ഇത് കാണുമ്പം ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞതല്ലേ. നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോ ആ പാട്ടുള്ളതൊക്കെ കളഞ്ഞു. പാട്ടുള്ള വർത്താനൊക്കെ ഞാൻ പാടുന്നില്ല. ഇല്ല, പറ്റില്ല. എന്റെ നഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ എന്റെ മൈക്ക് ഇതാ നിങ്ങളുടെ കാൽക്കുമ്പിളിൽ എഴുതി കളഞ്ഞിട്ട് ഞാൻ പോവാണ്. ഏതായിരുന്നു ആ സിനിമയില്? ഏത് സിനിമയിലാ? ദേവാസുരത്തില്
രേവതി ചിലങ്ക എറിഞ്ഞു പോകുന്ന പോലെ ഞാനിതാ മൈക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചിട്ട് എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ചെയ്യരുത്. ദൈവത്തിന്റെ കലാസൃഷ്ടി നീ കളയരുത്. അങ്ങനെയല്ല, എന്റെ കുട്ടിക്ക് ഇതെന്ത് സംഭവിച്ചു? പ്രപഞ്ചമേ, നിങ്ങളിത് കാണുന്നില്ലേ? എന്റെ കുട്ടിക്ക് ഇതെന്ത് സംഭവിച്ചു? ഇതെന്താ ഇവിടെ മാത്രമേ ഇങ്ങനെ? പാട്ട് നിർത്താൻ പറഞ്ഞപ്പോ ഇതായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഉദ്ദേശം. വട്ടന്മാർ വണ്ടിയിൽ. അത് നല്ലൊരു പ്രാസമാണല്ലോ, മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയും പോലെ. നോക്കിയ ആ ചുഴി പോലെയുള്ള സ്ഥലത്ത് നോക്കിയ മഞ്ഞ്, ആ കുഴി പോലെ സ്ഥലത്ത് മഞ്ഞ്. അടുത്ത പരിചയം പറയാം. അമ്മിണിക്ക് വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അമ്മിണി കഠിനമായ പ്രതിഷേധത്തിലാണ്. നിങ്ങളുടെ ആട്ടവും ചാട്ടൊക്കെ നിർത്തിട്ട് എനിക്ക് തിന്നാൻ എന്തെങ്കിലും താ. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്തെങ്കിലും എടുത്ത് കൈ പിടിക്കുന്നതാ. വീട്ടിൽ നിന്നുള്ള സർവ്വ സാധനങ്ങളും എടുത്ത് പൊതിഞ്ഞ് കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ആളാ. ഇന്ന് ഞാൻ വിചാരിച്ചു ആ പേരുദോഷം അങ്ങ് കളഞ്ഞേക്കാം. ആക്ച്വലി നമ്മുടെ ഇതെന്നല്ല ഒരു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ പുറത്ത് വന്നപ്പോ നമ്മുടെ എല്ലാ ഫുഡും ഞാൻ എടുത്തുനിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാ പോന്നിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാ പറയോ? സാമ്പാർ, തോരൻ, ഹരിതനായകമായ സാമ്പാർ. സാധാരണ സാമ്പാർ ആതിരെ ഒരു ട്രിപ്പ് പോകുമ്പോൾ പ്രധാന വിഭവമായിരിക്കും. ഒരു 10 കൊല്ലത്തേക്കുള്ള സാമ്പാർ ഒറ്റയടിക്കാൻ ഉണ്ടാക്കും. പോരാത്തിന് കഴിയാറാകുമ്പോ അവള് ചൂടുവെള്ളം ഒഴിച്ച് സെറ്റപ്പ് ആക്കും. നിങ്ങൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയാണോ വീഡിയോ എടുക്കണേ? സത്യം പറയുന്ന ഒരു അപമാനമാണെങ്കിൽ അത് അപമാനമാവും. സത്യം പറയുന്ന അപമാനമല്ല. ഇപ്പൊ അത് കാരണം പിള്ളേര് വിശന്നിരിക്കുന്നത് കണ്ടോ? കണ്ടു. സോ വാട്ട്? അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് പാലം, റോഡ്, മല. ഡോറയുടെ വീട് കണ്ടുപിടിക്കാൻ സഹായിക്കാമോ? ഡോറയുടെ ബാഗിലുള്ള സാധനങ്ങൾ എടുത്തു വെക്കാൻ സഹായിക്കാമോ? അത് എടുത്തു വെക്കാത്ത കാരണമാണ് ഇപ്പൊ പുറകിൽ വെച്ചിരിക്കുന്നത്. മാപ്പ്, ലഞ്ച് ബോക്സ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അത് കാണാത്തോണ്ടല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെല്ലാം അതിനകത്ത് അഡിക്റ്റ് ആവും. ഇവിടെ ആയിരിക്കും ചിലപ്പോ കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും. പിന്നല്ലാതെ അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന പിള്ളേരുകളുണ്ട്. പിള്ളേര് മാത്രല്ല, വലിയവരുണ്ട്. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനും കളിപ്പിക്കാനും. മോള് പറയാമോ നമ്മുടെ ബുക്ക് എവിടെ ഇരിക്കണേ? ഡോരയുടെ വീട്ടിൽ. പറഞ്ഞു എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നു, പക്ഷെ ഞാൻ പറയുന്നില്ല. ഇല്ല, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഉള്ള കാരണം പറയില്ല. അങ്ങനെയാണോ പറയാ? നിയമപരമായ മുന്നറിയിപ്പ്. എനിക്കെന്തോ ഈ കാറിന്റെ സ്റ്റീറിംഗ് വല്ലാണ്ട് ലൂസായ പോലെ. അതുകൊണ്ടാണ് ഇന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടി പോകുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നോണ്ടല്ല. അങ്ങനെയല്ല, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഈ ചേട്ടൻ്റെ അടുത്ത് പറയാല്ലേ, ഈ വണ്ടി എടുത്ത് നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോ എപ്പോഴും ഇങ്ങനെ ഒരു ചാട്ടം അതിപ്പോ അവൾക്ക് വയ്യാത്ത കാരണം ഞാൻ സ്മൂത്ത്, അല്ലെങ്കിൽ റഫായി പോയി പറക്കുമായിരുന്നല്ലോ നമ്മള്. കൊച്ചിയിൽ എത്തിയിട്ടുള്ളോ തേങ്ങ മൂട്? ആണോ? അതൊക്കെ അവരൊക്കെ വളർത്തുന്നതായിരിക്കും. അല്ല, മഞ്ഞ് കാണട്ടെ. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ ആ മഞ്ഞ് നല്ല ഭംഗിയായിരിക്കും ചെയ്യാ. അപ്പൊ ചിലപ്പോ ഓണായി വന്നു. അതുകൊണ്ടാ ഞാൻ എനിക്ക് കാണാം ആ സൈഡിൽ എത്തപ്പുറത്ത് ഈ വളവങ്ങ് തിരിഞ്ഞെത്തുമ്പോഴത്തേനും നല്ല ഒരു മഞ്ഞുണ്ട്. നമുക്ക് കുറേ കുറച്ച് കാലം ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങണേ. ആർക്ക്? നമുക്ക് ഒരു കാരവാൻ. ഞാൻ വെച്ച് ഇതുപോലത്തെ ഇനിയും മേടിക്കണമെന്ന്. ഈ വണ്ടിയല്ല, കാരവാന് മുമ്പ് വേറൊരു വണ്ടി എടുക്കാനുണ്ട്. ടെസ്ലയായിരിക്കും. നിനക്ക് പോകാനാണോ? എനിക്ക് പോവാൻ ടെസ്ല.
എന്നാലും വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്കില്ല എന്നല്ലേ? ടെസ്റ്റിൽ ഓടിച്ചാലും ടെസ്റ്റിൽ തന്നെ വണ്ടി കൊണ്ടുപോകുന്നില്ല, നീ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം. അത് ശരി, ചേച്ചി അതും സ്വപ്നം കണ്ടിട്ടായിരിക്കണം. ടെസ്റ്റില് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഞാൻ മറ്റേ നമ്മുടെ ഷിനോത്ത് ബ്രോ കാണിച്ച പോലത്തെ ഒരു വണ്ടി മേടിച്ചാലോ ഒന്ന് ആലോചിക്കുക. മറ്റേ അമേരിക്കയില് റോബോട്ട് അത് വെറുതെ കയറി കേറിയിരുന്നിട്ട് പോവുക. പറയണ്ട ചേച്ചി, എന്നിട്ട് ആ പെട്ടി മേടിക്കാം. ഞാൻ ഒരു പെട്ടി വീട്ടിൽ വാങ്ങി വെക്കാം. ചോക്കുപൊടി വെതിരെ പോരല്ലേ നമ്മള് ഇത് കാണുമ്പോണ്ടല്ലോ. എന്റെ ക്ലാസ്സിൽ പഠിച്ച സുമേഷ് എന്ന് പറയുന്ന ഒരുത്തുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കണക്ക് മാഷുണ്ട്, ഇവൻ ഇച്ചിരി അലമ്പനാ. അപ്പൊ എന്ത് ചെയ്യും, മാഷ് കണക്ക് ബോർഡ് മാച്ച് കഴിഞ്ഞിട്ട് ആ ഡെസ്ക് മറ്റേ തന്നെ ഡസ്റ്ററോ അതൊരു ഒറ്റ ഏറ് എറിയും മുഖത്തേക്ക്. അത് ഏറ് കൊണ്ടു കഴിഞ്ഞ സുമേഷിന്റെ മുഖത്ത് ഇങ്ങനെ ചോക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നില്ല. അതേപോലെ എനിക്ക് അത് കണ്ടപ്പോ തോന്നിയത്, ആ മലയുടെ മേലെ ഇങ്ങനെ ഐസ് സുമേഷ് ആ അതും വെച്ചിട്ടൊരു നോട്ടുണ്ട്. രസമല്ല സുമേഷ് പറയുന്നത്, നമ്മള് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ് കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണ്ടേ. സുമേഷ് എന്തായെന്ന് അറിയോ, ഇതേ സാധനം അവങ്ങോട്ട് തിരിച്ചു ഒറ്റ ഏറി. സുമേഷ് കലിപ്പനാ. കലിപ്പ് മാത്രല്ല, ഒരു പിരി എവിടെയോ പോയിട്ടുണ്ട്. സുമേഷ് ഇത് കേട്ട സുമേഷ് കൈ കുറവൊന്നുമില്ലേ, നമ്മുടെ വ്ളോഗ് കാണുന്നുണ്ടോന്ന് അറിയില്ല. എനിക്ക് അറിയില്ല ഇപ്പൊ അവൻ എവിടെയാണുള്ളത്. ഞാൻ മുമ്പ് ഒരിക്കലും നാട്ടിൽ കഴിഞ്ഞപ്പോ അവൻ ലോറി ഡ്രൈവറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെ വിളിച്ചു ചോദിക്കുക എവിടെയാണ് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? ഭീഷണിപ്പെടുത്താൻ മഞ്ഞും ആകാശവും ആ ഇതും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. ഇനിയിപ്പോ നമ്മളിങ്ങനെ കടന്നു പോകാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ പറയാ, നമ്മുടെ ബ്രെയിൻ എത്രമാത്രം വളർച്ചയും എത്രമാത്രം ബുദ്ധിയുമുള്ള ഒരു സംഭവമാണെന്ന് നേർക്കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലേ? അപ്പൊ എന്താണ് അതെന്നുള്ളത് കാര്യം നിങ്ങൾ കണ്ടോളൂ. വാങ്ങി കൊടുക്കണ്ടോ പിള്ളേർക്ക്? താഴോട്ട് ഇറങ്ങിയിട്ട് നോക്കാം, അവിടെ ഒരു കഫേ ഉണ്ടല്ലോ. അമ്മണിക്ക് വിശക്കുന്നുണ്ടെന്നോ, അമ്മണിക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ ആയിട്ട് വയ്യാൻ തോന്നുന്നു. നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടോ, നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് നമ്മൾ വരുമെങ്കിലും നമ്മള് ഗ്രേമോത്ത് നമ്മൾ വരുമെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലം ഇതാണ്, ആർത്തർ പാസ്, അല്ലേ? നമ്മളെപ്പോഴും ആർത്തർ പാസ് കഴിയുമ്പോഴാണ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിന്റെ ബോർഡറിലേക്ക് കടന്ന ഒരു ഫീൽ ചെയ്യാറ്. ക്രൈസ്റ്റിന്റെ ബോർഡർ അല്ല എങ്കിലും വേറൊരു സ്ഥലത്തേക്ക് പോയ പോലെ കടന്ന പോലെ ഒരു ഫീൽ. കാരണം രണ്ട് വ്യത്യസ്ത ക്ലൈമറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അല്ല, എനിക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അതായത് ആർത്തർ പാസ് ഒരു മഴയാണെങ്കിൽ ചിലപ്പോ ആ ആർത്തർ പാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിലായിട്ട് ഫീൽ ചെയ്യും. അത് പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ വരെ നമ്മൾ ഫോളോ ചെയ്ത ഒരു വെതറോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഈ ഒരു പാലം അല്ലെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞു കഴിയുമ്പോ ഇതിനെ പാലം എന്നൊക്കെയാണോ പറയാ എന്നുള്ളതാണ്. വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുന്നേ കുറച്ച് ഭയങ്കര ഇടിവായിരുന്നു. കണ്ട ഒരു മണ്ണൊക്കെ ഇട്ട് ഇവിടെ കെട്ടിടം മണ്ണിട്ട് കെട്ടിടം പണിയല്ലേ, കണ്ടെയ്നർ അടിയിൽ വെച്ചിട്ട്. ഞാൻ എപ്പോഴും അതെ ചെയ്യാൻ ഡ്രൈവ് ചെയ്യുമ്പോ എപ്പോഴും പറയും നോക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ കാണാമോ? ഓക്കെ, ഈ സൈഡിൽ കൂടെ ഈ മലയുടെ അവിടെ ആ പാറ തുറന്ന് ഒരു സ്ഥലം ഉണ്ടാക്കി അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ തുരങ്കപാത. അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് വണ്ടി വരുന്നത് കാണാൻ. നല്ല രസമായിരിക്കും. കാണുന്നില്ലേ?
ഇത് കണ്ടോ, ഈ ഒരു രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സംഭവം. ഓ മൈ ഗോഷ്, നോക്ക് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സംഭവമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കിയ ബേർഡ്, നമ്മൾ വണ്ടി നിർത്തിയാൽ കിയ എന്ന് പറയുന്ന ബേർഡിന്റെ ഒരു ശല്യമുള്ള ഏരിയ കൂടിയാണ് ഇവിടെ. നെക്സ്റ്റ് 5 കിലോമീറ്റർ. അത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, വണ്ടിയുടെ റബ്ബറും ഒക്കെ ഇങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഒരു ബേർഡാണ് കിയ. റബ്ബറും ഡോറിന്റെ സൈഡിലുള്ള റബ്ബറുകളൊക്കെ കൊത്തി പറിക്കും. സത്യത്തിൽ ഈ ഒരു റോഡ് അല്ലെങ്കിൽ ഈ ഒരു വേ ഡെവലപ്പ് ആവുന്നതിന് മുൻപ് ക്രൈസ്റ്റ് ചർച്ചിനെയും ഗ്രേമൗത്തിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലെവിസ് പാസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ ഒരു വഴിയായിരുന്നു. പക്ഷെ അത് ഈ വഴി കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1 hour കൂടുതൽ ട്രാവൽ ചെയ്യണം. അതെ, യാത്രാ സൗകര്യം കൂടുതലുണ്ട്. പക്ഷെ എനിക്ക് അത് വേറെ പ്രശ്നം, ഇതിനകത്ത് വളവും തിരിവും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചും കൂടി സ്ട്രേറ്റ് റോഡാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഈ വിന്ററിലൊക്കെ പോയാൽ നല്ല, ഇവിടുത്തെ പോലെ അല്ല, കുറച്ചും കൂടെ ഒരു 0 ഡിഗ്രി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം, മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മള് മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ സമയം ആണല്ലോ അല്ലേ. അതുകൊണ്ട് ആ 1 മണിക്കൂറും കൂടി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വഴിയാണ് എപ്പോഴും ചൂസ് ചെയ്യുക. പക്ഷെ ഡ്രൈവ് ചെയ്യാനും കാഴ്ചയ്ക്കും ആ വഴി നല്ലതാ, നല്ല ഭംഗി അത് കാണാൻ. അക്കുവാണെങ്കിലേ നമ്മള് വളരെ പതുക്കെയാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫ്രണ്ടിലത്തെ വണ്ടി അങ്ങനെ പോകുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് വണ്ടി തന്നെയല്ലേ? ത്രാഷാണത്. കണ്ടോ, മല കാണാമല്ലോ അല്ലേ? നോക്കിയേ, എന്തോരം വലിയ മലയാ. ഇവിടെ നമുക്ക് റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. റേഞ്ച് മാത്രമല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ചെവി അടഞ്ഞു പോകും. വലിയൊരു നല്ലൊരു പാലാണ്. അതാ, ഇതാണ് അവരുടെ ഇതല്ലേ. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ പാലമാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മൾ അവിടെ കയറിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആ വഴി ഇങ്ങോട്ട് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും. വെറുതെ കയറിയെങ്കിലും ഇപ്പൊ നമുക്കിവിടെ ഒരു സീനിക് പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മള് അത് കാണാം. അതില് ഇതുവരെ നമ്മൾ പോയിട്ടില്ല കേട്ടോ. എന്നും വിചാരിക്കും ഈ സൈഡിൽ കൂടെ പോകുമ്പോ നമുക്ക് സമയം പരിമിതി കൊണ്ടോ മറ്റെന്തോ കാരണം കൊണ്ട് നമ്മളങ്ങ് കേറാതെ അങ്ങ് വിടും. മാത്രല്ല നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് വരുമ്പോ നമുക്ക് ഇവിടെ നോക്കിട്ടോ, തിരിച്ചു വരുമ്പോ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക, വീട്ടിലെത്തുക എന്നുള്ളതാണല്ലോ. ഓ, ഇനി ഈ ചെയിൻ വീഡിയോ എടുക്കാം. വണ്ടിയിൽ നിന്ന് പിള്ളേരൊന്നും ഇറക്കാം. ക്യാമറ